അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ വന്നത്. 4-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ പരീക്ഷ ഖുർആനാണ്. അപ്പോൾ ഖുർആൻ പരീക്ഷ എങ്ങനെയാണ്? തദ്രീബു തിലാവ പരീക്ഷയ്ക്ക് എഴുതാനുണ്ടാകുമോ? എഴുത്ത് പരീക്ഷ ഉണ്ടാകുമോ? അതല്ല പിന്നെ ഓതിക്കൊടുക്കാൻ മാത്രമേ ഉള്ളൂ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും പല കുട്ടികൾക്കുണ്ട്. അതിൻ്റെ സംശയം ഞാൻ ഇപ്പോൾ തീർത്തു തരാം. അതായത് 1-ാം ക്ലാസ്സുകാർക്ക് ഏതായാലും തദ്രീബു തിലാവ ഇല്ല, അപ്പോൾ അത് കഴിയും. ഇനി 2-ാം ക്ലാസ്സുകാർക്ക് തദ്രീബു തിലാവ ഉണ്ട്, പക്ഷേ അവർക്ക് എഴുത്തു പരീക്ഷ തദ്രീബു തിലാവക്ക് ഇല്ല. അപ്പോൾ 2-ാം ക്ലാസ് ഓക്കെ ആയി, 2-ാം ക്ലാസ്സുകാർക്ക് എഴുത്തു പരീക്ഷ ഇല്ല. എന്തിന്? തദ്രീബു തിലാവക്ക്. 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തദ്രീബു തിലാവ പുസ്തകമില്ല, പക്ഷേ ഉസ്താദുമാർക്കുണ്ട്. അതൊക്കെ അത് കഴിഞ്ഞു. ഇനി 3-4 ക്ലാസ്സുകൾ ശരിക്കും ശ്രദ്ധിക്കണേ. 3-4 ക്ലാസ്സുകൾക്ക് ഖുർആൻ പരീക്ഷൻ്റെ കൂടെ തദ്രീബു തിലാവ എഴുത്തു പരീക്ഷ ഉണ്ടാകും. മനസ്സിലാക്കണേ. അപ്പോൾ ഇതാണ് ഖുർആൻ പരീക്ഷൻ്റെ ചോദ്യപേപ്പറൊക്കെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ സംസ്ഥയുടെ ഗൾഫിലെ സ്കൂളിലെ സിലബസ് അനുസരിച്ച് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് എൻ്റെ മുമ്പിലുള്ളത്. തദ്രീബു തിലാവ ഈ വർഷം നടന്ന കാക്കൊല്ല പരീക്ഷൻ്റെ ചോദ്യപേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. അൽ ഖുർആൻ വ തദ്രീബു തിലാവ. അപ്പോൾ ഈ ചോദ്യപേപ്പർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് 30 മാർക്ക് ഖുർആൻ ഓതുന്നതിനും 20 മാർക്ക് എഴുത്തു പരീക്ഷയും. ഇങ്ങനെയാണ് നമ്മളെ ഈ വർഷം മുതൽ പുതിയ സിലബസ് അനുസരിച്ച് തദ്രീബു തിലാവയുടെ പരീക്ഷ ഉണ്ടാവുക. എങ്ങനെ? 30 മാർക്ക് ഓത്തിന്, അത് കഴിഞ്ഞ് 20 മാർക്ക് എഴുത്തു പരീക്ഷ. എന്തിൻ്റെ? തദ്രീബു തിലാവയുടെ. അപ്പോൾ തദ്രീബു തിലാവയുടെ എഴുത്തു പരീക്ഷ ഉണ്ടോ? ഉണ്ട്. 3-ാം ക്ലാസ്സുകാർക്കും 4-ാം ക്ലാസ്സുകാർക്കും എഴുത്തു പരീക്ഷ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഫിഖ്ഹും ലിസാനുൽ ഖുർആനൊക്കെ പോലെ ഒരുപാട് മണിക്കൂർ ഇരുന്നിട്ടുള്ള പരീക്ഷ അല്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എഴുതി തീർക്കാൻ പറ്റുന്ന സിമ്പിളായ ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു തദ്രീബു തിലാവയുടെ എഴുത്തു പരീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യപേപ്പർ കിട്ടും, ഖുർആൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ആദ്യം നിങ്ങളോട് എന്തു പറയും? എഴുതാനുള്ള ഭാഗം എഴുതാൻ പറയും. അതിന് ശേഷം എന്ത് ചെയ്യണം? ആ പേപ്പർ നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് കൊടുക്കണം. എന്നിട്ട് ഉസ്താദ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? ഓതിപ്പിക്കും. അങ്ങനെ നോക്കി ഓതാൻ 30 മാർക്ക്, എഴുത്തു പരീക്ഷയ്ക്ക് 20 മാർക്ക്. പിന്നെ അതേ ചോദ്യപേപ്പറിൻ്റെ പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് എന്തുണ്ടാകും? ഹിഫ്ലുൽ ഖുർആൻ്റെ ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ ഹിഫ്ലുൽ ഖുർആൻ്റെ ചോദ്യങ്ങൾക്ക് പിന്നെ അതിനുള്ള മാർക്ക് അത് ഉസ്താദ് നിങ്ങളെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് അതിനുള്ള മാർക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പുതിയ തദ്രീബു തിലാവയുടെ ചോദ്യപേപ്പർ എന്നെല്ലാവരും മനസ്സിലാക്കുക. ഇനി നമുക്ക് 4-ാം ക്ലാസ്സിലെ ഈ വർഷത്തെ ഗൾഫിലെ സ്കൂൾ സിലബസ് അനുസരിച്ച് നടന്ന പരീക്ഷയുടെ തദ്രീബു തിലാവയുടെ ചോദ്യപേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, നോക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കാം. സൂറത്തു ശുഅറായിൽ നിന്ന് 7, 8, 9 ആയത്തുകളാണ് ഓദിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളെ ഉസ്താദ് ഓദിപ്പിക്കും. അങ്ങനെ ഇത് അവിടെ കഴിഞ്ഞ പരീക്ഷയിൽ നടന്നതാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചോദ്യം വരില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാനാണ്. സൂറത്തു ശുഅറ ആയിക്കൊള്ളണം എന്നില്ല നമുക്ക് ചോദ്യം വരിക. അപ്പോൾ ഇത് ഗൾഫിൽ നടന്ന പരീക്ഷൻ്റെ ചോദ്യപേപ്പറാണ്. നോക്കൂ നിങ്ങൾ. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണത്തിന് 18 മാർക്കാണ്. ഇടർച്ച വരിക എന്ന് പറഞ്ഞാൽ സ്റ്റെക്ക് വന്നാൽ നിങ്ങളെ മാർക്ക് കുറയും. അക്ഷരശുദ്ധിയോടുകൂടെ ആവണം. ശുദ്ധി നഷ്ടപ്പെടുന്നതിനനുസരിച്ച് മാർക്ക് കുറയും. അടുത്ത് സാക്കിനായ മീമിൻ്റെ ഇൽഹാർ 2 എണ്ണം. ആ ഭാഗത്ത് സാക്കിനായ മീമിൻ്റെ ഇൽഹാർ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ച് ഓതിയാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അതാണ്. പിന്നെ സാക്കിനായ മീമിൻ്റെ ഇദ്ഗാം ഉണ്ട്. ആ ഇദ്ഗാം 1 ഈ ആയത്തിൽ വരുന്നത്, അതിന് 3 മാർക്കാണ്. അപ്പോൾ ആ ഇദ്ഗാം എങ്ങനെ മണിച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. അടുത്ത് ഇസ്തിഇലാൻ്റെ അക്ഷരം ലോദ്. ആ ലോദ് അതിൻ്റെ ശരിയായ രീതിയിൽ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ ആ ഉച്ചാരണത്തിലുള്ള പിശകും അതുപോലെ അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ നടത്തിയോത്തും ഇതൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുകയും കൂടുകയും ചെയ്യാം. അപ്പോൾ നോക്കിയോ അതിന് 30 മാർക്ക്. ഇനി നമുക്ക് പിന്നെ എഴുത്തു പരീക്ഷ. ഇവിടുന്ന് അങ്ങോട്ട് എഴുത്തു പരീക്ഷയാണ്. 4-ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എഴുതാനാണ്. ഖാഫും താവും ഇവിടെ ഉണ്ട്. ബാ, ജീമ്, ദാൽ അല്ലേ, കുത്തുബുജദ്. അപ്പോൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 6 മാർക്ക്. അടുത്ത് ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ എഴുതാം. അപ്പോൾ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ പഠിച്ച അക്ഷരങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 8 മാർക്ക്. അടുത്തത് വേർതിരിച്ചെഴുതാനാണ്.
ഓരോന്നിനും 2 മാർക്കാണ്. ഇഖ്ഫാ ആകെ 20 മാർക്കിലെ എഴുത്ത് പരീക്ഷ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ സമയമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ 20 മാർക്കിന് എഴുത്ത് പരീക്ഷ, 30 മാർക്ക് ഖുർആൻ നോക്കി ഓതാനാണ്. ഇഖ്ഫാ അപ്പോൾ ഇവിടെ ഫഹും ലാ യശ്ഉറൂൻ ഫഖദ് കദ്ദബൂകും ബിമാ ഇൻ കുന്തും മൂഖിനീൻ. ഇങ്ങനെ 3 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇഖ്ഫായിൻ്റെ ഉദാഹരണം? അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വേർതിരിച്ചെഴുതണം. ഇഖ്ഫായിൻ്റെ ഉദാഹരണം ഏതാണ്? ഇൽഹാറിൻ്റെ ഉദാഹരണം ഏതാണ്? ഇദ്ഗാമിൻ്റെ ഉദാഹരണം ഏതാണ്? മീമിന് ശേഷം ലാമു വന്ന ഇൽഹാറാണ് അല്ലേ? അപ്പോൾ ഫഹും ലാ യശ്ഉറൂൻ, അപ്പോൾ ഇൽഹാറിൻ്റെ ഉദാഹരണം. പിന്നെ മീമിന് ശേഷം മീമ് വന്ന ഇദ്ഗാമാണ്, അപ്പോൾ ഇൻ കുന്തും മുഖിനീൻ അത് ഇവിടെ. പിന്നെ ഫഖദ് കദ്ദബൂക്കും ബിമ അത് ഇഖ്ഫാവും. അപ്പോൾ വളരെ ക്ലിയറായി. ഇതാണ് 4ാം ക്ലാസ്സിൽ തദ്രീബു തിലാവൻ്റെ ചോദ്യപേപ്പർ. ഇനി ഇഫ്ലിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. തഹ്ഫീദുൽ ഖുർആൻ. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കാം. സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക തുടക്കം മുതൽ 6 ആയത്തുകൾ ഓതാനാണ്. ഓരോ ആയത്തിന് 2 മാർക്ക്, അപ്പോൾ 6 2 18 മാർക്ക്. അടുത്ത സൂറത്തുൽ അഅല, സബ്ബിസ്മ റബ്ബിക്കൽ അഅല 8 മുതൽ 13 വരെയുള്ള ആയത്തുകൾ. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ, അതിന് 14 മാർക്ക്. അങ്ങനെ 50 മാർക്ക്. അപ്പോൾ 50 മാർക്ക് ഹിഫ്ലും 50 മാർക്ക് ഖുർആനും തദ്രീബു തിലാവ രണ്ടും കൂടിയും. അപ്പോൾ ഈ ഖുർആനും തദ്രീബു തിലാവയിൽ 30 മാർക്ക് നോക്കി ഓത്തിനും 20 മാർക്ക് എഴുത്ത് പരീക്ഷക്കും. എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഇവിടെ തന്നെ എഴുതിയാൽ എഴുത്ത് പരീക്ഷ കഴിഞ്ഞു. ഇനി നമുക്ക് 3ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ നോക്കാം. ഈ വർഷം നടന്നതാണ് തദ്രീബു തിലാവ. സൂറത്തുൽ ഖിയാമയിൽ നിന്ന് 37, 38, 39, 40 എന്നീ ആയത്തുകളാണ് ഓതിപ്പിക്കേണ്ടത്. സൂറത്തുൽ ഖിയാമ. ഇനി മാർക്ക് കൊടുക്കുന്ന മാനദണ്ഡം ഇവിടെ പറയുന്നുണ്ട്. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണത്തിന് 15 മാർക്ക്. ഇവിടെ ഹുറൂഫുൽ ജൗഫ് മാർക്ക് പരിഗണിക്കണം. അഥവാ ഹുറൂഫുൽ ജൗഫിൻ്റെ അക്ഷരങ്ങൾ കുട്ടികൾ ശരിക്ക് വായിക്കുന്നുണ്ടോ നോക്കണം. പാരായണത്തിൽ ഇവിടെ അക്ഷരശുദ്ധി പ്രത്യേകം പരിഗണിക്കണം. ഏതൊക്കെ? മീമ്, ഫാ, വാവ്. ഇതിൻ്റെ അക്ഷരശുദ്ധിക്ക് അനുസരിച്ച് ഇവിടെ മാർക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഭാഗം 30 മാർക്കിലേക്ക് നോക്കി ഓതാന്. ഇനി 20 മാർക്കിലേക്ക് എഴുത്ത് പരീക്ഷ. റബ്ബി സിദിനി ഇൽമ. ഇതിൽ നാവിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് 5 എണ്ണം എടുത്തെഴുതാനാണ്. 5 അക്ഷരങ്ങൾ എഴുതണം. ഇതിൽ നിന്ന് നാവിൻ്റെ അക്ഷരങ്ങൾ ഏതാണോ അത് എടുത്തെഴുതുക. അടുത്തത് കള്ളികൾ പൂർത്തിയാക്കാം. ഹുറൂഫുൽ ജൗഫ്, വളരെ സിമ്പിളായ ചോദ്യം. ഇവിടെ വാവുണ്ട്. ഇനി ബാക്കി ഏതൊക്കെയാണ്? അലിഫും യാവും. ഇനി അടുത്തത് നോക്കി എഴുതാൻ, ഇത് കോപ്പി അടിച്ച് എഴുതാനാണ്. ഷദീദ്, ഹുദൂദ്, ലക്കാദിബുൻ, ഇത് കോപ്പി അടിച്ച് ഇങ്ങോട്ട് എഴുതാൻ. വളരെ സിമ്പിളാണ് എഴുത്ത് പരീക്ഷ. ഇനി നമുക്ക് ഇഫ്ലു നോക്കാം. സൂറത്തുൽ ഹുമസ, വൈലുൽ കുമസയിൽ നിന്ന് തുടക്കം മുതൽ 4 ആയത്ത്. സൂറത്തുൽ ഖാരിയയിൽ നിന്ന് 8, 9, 10 ആയത്ത്. പിന്നെ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന ദിക്ർ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തദ്രീബു തിലാവയിൽ ഓരോ ഓരോ പേജിൽ ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട്. ഓരോ ദുആ, റബ്ബി സിദിനി ഇൽമ, അങ്ങനെ കുറേ ദുആ കൊടുത്ത് ആ ദുആ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഹിഫ്ള് പരീക്ഷയ്ക്ക് അത് വരും. അപ്പോൾ എല്ലാവരും അത് പഠിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. 3ാം ക്ലാസ്സിനും 4ാം ക്ലാസ്സിനും തദ്രീബു തിലാവക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടാവും. അത് 20 മാർക്കിനെ ഉണ്ടാകുകയുള്ളൂ. ബാക്കി 30 മാർക്കിന് എന്തായിരിക്കും? ഓത്തിൻ്റെ, നിങ്ങൾ നോക്കി ഓത്തിൻ്റെ ഭംഗിക്കനുസരിച്ചും അതിൻ്റെ വൃത്തിക്കനുസരിച്ചും മാർക്ക് ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 50 മാർക്ക്. പിന്നെ ഹിഫ്ലിന് 50 മാർക്ക്. ഇങ്ങനെയാണ് ഖുർആൻ പരീക്ഷ. വ്യാഴാഴ്ചയാണ്. എല്ലാവരും നല്ലോണം ഉഷാറായിട്ട് പഠിക്കുക. ഖുർആൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ തദ്രീബു തിലാവയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പിന്നെ പെട്ടിയിലുള്ളത് ഹുറൂഫുൽ ലിസാൻ, അങ്ങനെ പ്രധാനപ്പെട്ടതും പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം.